രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അതിലെ വാക്യങ്ങൾ മുഴുവനും വായിച്ച് ധ്യാനിക്കുവാൻ സമയങ്ങളില്ല. എന്നാൽ അതിൻ്റെ സമയപരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് കഴിയാകുന്നിടത്തോളം വചനങ്ങൾ ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയിലും ബിഥൂന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണ കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോസ്തലനാകുന്ന പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ കൊടിയ മതപീഡനത്തിലൂടെ ക്രൈസ്തവരെ രാജ്യദ്രോഹികളാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് വേട്ടപ്പട്ടികളെ പോലെ അല്ലെങ്കിൽ വിഷനായ്ക്കളെ പോലെ അവരെവിടെ വെച്ച് ആക്രമിക്കുകയും കൊല്ലുവാനും ആർക്കും സാധിക്കുകയും ക്രൈസ്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവരുടെ മക്കൾ പലരും റോഡിലൂടെ അലയേണ്ടി വരികയും ചെയ്ത അനേകങ്ങൾ രക്തസാക്ഷികളായി തീർന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കഷ്ടതയിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തിന് ദൈവവചനത്തിലൂടെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി അവർക്ക് ലഭിക്കാൻ പോകുന്ന, അവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ തേജസ്സിന്, അവർക്ക് വരാൻ പോകുന്ന ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ആ വലിയ അവകാശത്തെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇവിടെയുള്ള നൊടി നേരത്തേക്കുള്ള നാനാവിധമാകുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത്യന്തം ഗൗരവമേറിയ അതിഘനമേറിയ ഒരു വലിയ തേജസ്സിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുവാനുള്ള പ്രതിഫലത്തെ കാണിച്ചുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടത സഹിക്കുവാൻ ദൈവസഭയെ ശക്തീകരിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു പുസ്തകമാണ് 1 പത്രോസിന്റെ ലേഖനം. അവിടെ പറയുന്നത്, നാനാവിധമാകുന്ന പരീക്ഷകളും പരിശോധനകളും കഠിനമായ അഗ്നി സമാനമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ പേടിക്കരുത്, ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് കരുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി പോകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതിനുമുമ്പ് 2 വാക്യങ്ങൾ, അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം നമുക്ക്. ആരാണ് ഈ ലേഖനം എഴുതിയത്? നമ്മുടെ വീട്ടിലെ ബൈബിൾ സ്റ്റഡിയിൽ എല്ലാ പത്രോസ് ലേഖനം വായിച്ചപ്പോൾ നമ്മൾ അത് ധ്യാനിച്ചതാണ്. ഒരിക്കലൂടെ വായിക്കാം നമുക്ക്. 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥൂന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായിരിക്കും എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. അവിടെ 1-ാം വാക്യത്തിൽ പറയുന്ന ഒന്നിരിക്കലൂടെ വായിക്കാം. ആ വാക്യം, ചിതറിപ്പാർക്കുന്ന ചിതറിപ്പാർക്കുന്നവരും പരദേശികളുമായ ദൈവത്തിന്റെ മുൻനിർണയത്താൽ വിളിക്കപ്പെട്ടവരുമായ ഒരു കൂട്ടരാണ് ഇതിന്റെ വായനക്കാർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിലാദ്യം പറയുന്ന 2 വാക്കുകൾ നാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ചെതറി പാർക്കുന്ന എന്നൊരു വാക്കാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ചെതറുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൂട്ടിയിട്ടിരിക്കുന്ന വസ്തുവിനെ, ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു വസ്തുവിനെ ചിതറിക്കണമെങ്കിൽ ഒരു ബാഹ്യ ശക്തി അതിന്റെ മേൽ പ്രവർത്തിക്കണം. അതിന് സ്വയമായിട്ട് ചെതറാൻ കഴിയില്ല. അതിനെ ചെതറിക്കുന്ന എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്. ഞാൻ ഇതിനെ കുറിച്ച്, ചെതറുക എന്ന വാക്കിനെ കുറിച്ച് ഞാനെന്ന് പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവത്താൽ ചെതറിക്കപ്പെട്ട രണ്ട് അനുഭവം മനുഷ്യജാതിക്കുണ്ടായത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വേദപഠനം നമുക്ക് പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ചിതറല് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 11:9. സർവഭൂമിയിലെയും ഭാഷ യഹോവ, സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളകിയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു എന്ന് നാം കാണുന്നു. രേഖപ്പെടുത്തിയ ഒന്നാമത്തെ ചെതറൽ അവിടെയാണ് കാണുവാൻ കഴിയുന്നത്. ബൈബിളിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ചെതറിക്കൽ ഇവിടെ കാണുന്നു. എന്താണ് ദൈവം ഈ മനുഷ്യരെ ഇങ്ങനെ ചെതറിക്കുവാൻ കാരണം എന്ന് ഒന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് എന്തെങ്കിലും ഒരു ആത്മീയ സത്യം, ഒരു ആത്മീയ നന്മ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന്റെ തന്നെ ഉൽപ്പത്തി തന്നെ 9-ന്റെ 1-ാം വാക്യത്തിൽ വായിച്ചാൽ അതിന്റെ ഒരു ആരംഭം കാണുവാൻ കഴിയും. ഈ തകർച്ചയുടെ, വീഴ്ചയുടെ 1-ാം കാരണം 9-ന്റെ 1. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളിച്ചത് എന്തെന്നാൽ, നോഹയുടെ ചരിത്രം നമുക്ക് അറിയാമല്ലോ. ഭൂതലത്തിലുള്ള മൃഗജാതി, പക്ഷികളെ, മനുഷ്യജാതിയെ എല്ലാം ദൈവം വെള്ളം കൊണ്ട് ന്യായം വിധിച്ചു. ആ വെള്ളത്തിനാലുള്ള ന്യായവിധിയാൽ ഭൂജലജന്തുക്കളും മനുഷ്യരെല്ലാം മരിച്ചുപോയി. എന്നാൽ പെട്ടകത്തിൽ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയും അവന്റെ 3 പുത്രന്മാരും അവന്റെ ഭാര്യമാരും ഒക്കെയും ഒരു ചെറിയ സംഖ്യ ഈ പെട്ടകത്തിലൂടെ ന്യായവിധി, ദൈവം ലോകത്തെ ന്യായവിധിച്ച ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടതായി കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അവര് അരാരത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. അവര് വെള്ളാമേ പുറത്തേക്ക് ഇറങ്ങി യഹോവയ്ക്ക് യാഗം കഴിച്ചു. യാഗത്തിന്റെ സൗരഭ്യം ദൈവം മണത്തപ്പോൾ മനുഷ്യജാതിയോട് നോഹയിലൂടെ ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ ഇനി ജലപ്രളയത്താൽ മനുഷ്യരെ നശിപ്പിക്കയില്ലെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ദൈവം അവർക്കൊരു അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹമാണ് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരിക്കലൂടെ വായിക്കുന്നു. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അറിയിച്ചത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. ദൈവം അവർക്ക് നോഹയുടെ മക്കൾക്ക് കൊടുത്ത കൽപ്പന, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂതലത്തിൽ എങ്ങും നിറയണമെന്ന് ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തു. അനുഗ്രഹത്തിന്റെ അകത്തൊരു കൽപ്പനയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, അനുഗ്രഹം ഒരു ബ്ലാങ്ക് ചെക്ക് അല്ല. ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാൻ കഴിയുന്ന ഒരു ബാങ്ക് ചെക്ക് അല്ല അനുഗ്രഹം. പകരം നിങ്ങൾ ബൈബിളിൽ ആദ്യമോടൊന്ന് വായിച്ചു നോക്കുക. കൽപ്പനകളില്ലാത്ത, നിബന്ധനകളില്ലാത്ത ഒരു അനുഗ്രഹവും ദൈവം തന്റെ ജനത്തിന് കൊടുത്തതായി വേദപുസ്തകത്തിൽ കാണുവാനായിട്ടില്ല. ആമേൻ. ഒന്നുകിൽ അനുഗ്രഹത്തിന് മുമ്പ് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് ശേഷം ദൈവം ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അനുഷ്ഠിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒരു കൽപ്പന ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂതലത്തിലെങ്ങും നിറയുവിൻ. അതൊരു ദൈവത്തിന്റെ ഓർഡറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പെരുകുമ്പോൾ നിങ്ങൾ ഭൂതലത്തിലെങ്ങും പോയി ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഭൂതലത്തിൽ നിറയണമെന്നാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉള്ളം തിരിച്ചറിയാൻ,
ദൈവം എന്താണ് തങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ വേറൊരു കാര്യപരിപാടിക്ക് പുറപ്പെട്ടതായി അതിന്റെ 11-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ കാണുന്നു. 11-ാം അധ്യായം ഉൽപ്പത്തി 11-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്തെ ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടക അറുത്ത് ചുടുക. അവർ തമ്മിൽ അഥവാ നോഹയുടെ തലമുറ മക്കൾ ഭൂതലത്തിൽ എങ്ങും പോയി പെരുകുവിനെന്ന് ദൈവം അനുഗ്രഹിച്ച് അവർക്ക് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയവർ. ഈ ജനത, ഈ വിശുദ്ധ ജനത ഭൂതലത്തിൽ നിറയണമെന്ന് ദൈവത്തിന്റെ കാര്യപരിപാടി ആയിരിക്കുമ്പോൾ ഇവരിവിടെ പറയുന്നത്, അവൻ എല്ലാവരും അന്യോന്യം പറയുന്നൊരു വാക്കാണ് ഇവിടെ കാണുന്നത്. നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഇനി വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വരുവിൻ അവരന്യോന്യം പറഞ്ഞ വാക്കാണ്. വരുവിൻ നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിക്കാൻ. നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനു മുമ്പേ വന്ന പോലെ ഭൂതലത്തിലെങ്ങും നമ്മൾ ചെതറിപ്പോകാതിരിക്കുവാൻ എന്ത് ചെയ്യണം? ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത്, അവരോട് പറഞ്ഞു, ഇനി ഞാൻ ഭൂമിയിൽ ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇനി ഒരിക്കലും ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഭൂതലത്തിൽ എങ്ങും നിറയണം. ഇതാണ് തന്റെ ഉള്ളം യേശു കർത്താവ് ദൈവം അവരോട് അറിയിച്ചു. അപ്പൊ ഇവരുടെ കാര്യപരിപാടി എന്താണ്? നിറഞ്ഞു പെരുകുവാനല്ല, പകരം ഇനിയൊരു വെള്ളപ്പൊക്കം വന്നാൽ അതിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ, വെള്ളത്തെ അതിജീവിക്കാൻ, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ ഗോപുരം പണിയാണ്. രണ്ടാമത് അവര് പറയുന്ന കാര്യം എന്താണ്? നമ്മളിനി എങ്ങോട്ടും പോകുന്നില്ല, നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പോവുക. അതുകൊണ്ട് നമുക്ക് ഒരു പട്ടണം പണിത് നമ്മൾ ഇവിടെ അങ്ങ് സന്തോഷിച്ച് അതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മളെല്ലാവരും ബന്ധു മിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതരെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ജീവിക്കാൻ പോകുകയാണ്. നോഹയുടെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? അവർ ഭൂമിയിൽ നിറയണം. ഏത്? അനുഗ്രഹിക്കപ്പെട്ടവരായി നിറയണം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി അവർ നിറയണം. എന്നാൽ ഇവര് പറയുന്നു, നമുക്കിനി പിരിയാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും കൂടി ഒരു പട്ടണം പണിത് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിത് നാം ഇനി ഒരുമിച്ച് അവിടെ താമസിക്കാൻ പോവുകയാണ്. ബാക്കി കൂടെ വായിക്കാം. നമുക്കൊരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഇതോക്കുക. നമ്മള് കർത്താവ് പരക്കാൻ ഭൂതലത്തിൽ എങ്ങും പരക്കാൻ പറഞ്ഞപ്പോൾ ഇവര് പരക്കാതിരിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി. ദൈവം അവരോട് പറഞ്ഞു, നോഹയോട് പറഞ്ഞു, ഇനി ഞാൻ ഭൂതലത്തിൽ മനുഷ്യജാതി ഒരിക്കലും ഞാൻ പ്രളയത്താൽ നശിപ്പിക്കുകയില്ല. എനിക്കും തമ്മിലുള്ള നിയമത്തിന്റെ വില്ല് ഞാൻ ആകാശത്ത് വെക്കുന്നു. ആകാശത്ത് മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോൾ ഈ വില്ല്, നിയമത്തിന്റെ വില്ല് കിഴക്ക് പടിഞ്ഞാറായി കാണാൻ നിങ്ങൾക്ക് അത് എന്തിനു വേണ്ടിയാണ്? അതെന്റെ നിയമത്തിന്റെ വില്ലാണ്. നിങ്ങളത് കാണുമ്പോൾ ഓർത്തോളണം, ഞാൻ നിങ്ങളെ നശിപ്പിക്കയില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കാതെ, ദൈവം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ ബോധ്യപ്പെടാതെ, ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വിരോധമായി ഒരു പദ്ധതിയില മനുഷ്യന്യോന്യം കൂടിച്ചേർന്ന് ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രി അതിന്റെ അകത്ത് ദൈവിക ദൂത് എന്നെ കേൾക്കുന്നതിന്റെ പ്രിയ സഹോദരി സഹോദരൻ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവം ഒരു അനുഗ്രഹത്തിന്, നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ മക്കളെ അനുഗ്രഹിപ്പാൻ ദൈവം ഒരു പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കെ, നിനക്ക് വേണ്ടി വലിയൊരു കാര്യപരിപാടി ഒരുക്കി വെച്ചിരിക്കെ, അത് വിശ്വസിക്കാതെ കഴിഞ്ഞ മുൻകാലങ്ങളിൽ വന്ന അനർത്ഥങ്ങളും ആപത്തുകളും ഇനിയും വരുമെന്ന് സംശയിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുകയോ ദൈവത്തിന്റെ വിശ്വസ്തതയെ ആശ്രയിക്കാതെ നീ നിനക്ക് വേണ്ടി കാര്യപരിപാടികൾ ആരംഭിച്ചാൽ സുരക്ഷിതമെന്ന് തോന്നുന്ന, സംരക്ഷിക്കപ്പെടുമെന്ന് നിനക്ക് തോന്നുന്ന ദൈവിക പദ്ധതിക്ക് പുറത്തുള്ള ഏതു പദ്ധതിയെയും ദൈവം തകർക്കും.
ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞത്, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. നമ്മുടെ അകത്ത് അവിശ്വാസങ്ങൾ, ദുർമനസ്സാക്ഷികൾ മാറിപ്പോകണം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ദുർമനസ്സാക്ഷികൾ പോകണം. ദൈവത്തെ മനുഷ്യർ വിശ്വസ്തനെന്ന് എണ്ണി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ അതുപോലെ ഭക്തന്മാര് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നിനക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കുമാണെന്ന് ഏറ്റുപറയുന്നവനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുക, യെരമ്യാവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി വിചാരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാനൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ദൈവം വിശ്വസ്തൻ എന്നുകൊണ്ട് എന്നുകൊണ്ട്, ദൈവത്തിന്റെ മാറ്റം വരാത്ത സ്വഭാവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എന്താണോ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൽ നീ കീഴ്പ്പെട്ടിരുന്നാൽ ദൈവം നിന്നെ ഉയർത്തുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആമേൻ. ഞാൻ ഇന്നലെ ഒരു ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ലേഖനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കാണുവാനിടയെ തീർന്നു. വലിയ ഡയമണ്ടുകള്, വില കൂടിയ കല്ലുകള് രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. പണ്ടുകാലത്ത് ആമേൻ വലിയ വലിയ കാടുകളെല്ലാം ജലപ്രളയം കൊണ്ടും അതുപോലെയുള്ളതായ പ്രകൃതി, ആ കാലഘട്ട പുരാതന കാലത്ത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുകയും വലിയ മരങ്ങളെല്ലാം ഭൂമിയുടെ ആമേൻ വീഴ്ത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്യും. ഞങ്ങളുടെയൊക്കെ വീടുകൾക്ക് അടുത്തുള്ള തോടുകളിൽ ആഴത്തിൽ കുഴിച്ചാൽ ആമേൻ ഒരു ലോറിയിൽ കയറ്റാൻ പറ്റുന്ന വണ്ണമുള്ള വലിയ ആമേൻ മരക്കഷ്ണങ്ങൾ അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. അതവിടെ കിടന്നുകൊണ്ട് അത് താഴേക്ക് ഇറങ്ങിപ്പോകുകയും ആമേൻ പ്രൈസ് ദി ലോർഡ് ഭൂമിയിൽ വളരെ 2-5-8 കിലോമീറ്റർ വരെ താഴേക്ക് അത് ഇറങ്ങുകയും ചെയ്യും. അത് അവിടെ കിടന്ന് ആ ഭൂമിക്ക് 5-8 കിലോമീറ്റർ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ചൂട്, അവിടെയുള്ള ചൂട് ആമേൻ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ചൂടാണ്. 1000-ലധികം ആമേൻ സെന്റിഗ്രേഡ് ചൂടുള്ള ചൂടാണ് അതിന്റെ അകത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. മുകളിൽ മുഴുവൻ മണ്ണാണ്, അടിയിൽ നിന്ന് കഠിനമേറിയ ചൂട്. ഈ മരക്കഷ്ണം ആമേൻ ഇത് അവിടെ അങ്ങ് കിടന്നങ്ങ് വേവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, എത്ര കഠിനമേറിയ ചൂടാണ്. നമുക്കൊരു വെള്ളം തിളയ്ക്കണമെങ്കിൽ തിളച്ച വെള്ളം ആമേൻ 150-160 ഡിഗ്രിയേ ഉള്ളൂ. ആമേൻ 10-200 ഡിഗ്രിയുള്ള വെള്ളം, ആമേൻ ചൂടുള്ള വെള്ളം എത്തുവിനെ പൊള്ളിപ്പൊളിഞ്ഞു പോകുമ്പോൾ ആമേൻ ഈ തടി കഷ്ണങ്ങൾ 1000-ലധികം ആമേൻ ചൂടുള്ള ആമേൻ ആ അന്തരീക്ഷത്തിൽ അത് കെടുകയാണ്. അങ്ങനെ കിടന്ന് കുറെ കഴിയുമ്പോൾ അത് ഉറയ്ക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ കാർബണിൽ നിന്നാണ് ആമേൻ ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത്. ആമേൻ നമുക്കറിയാമല്ലോ, പല രാജ്യങ്ങളിലും ഗ്രാനൈറ്റ് പാടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വലിയ മിഷനറി കൊണ്ട് ആമേൻ ഗ്രാനൈറ്റ് പാടങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണ മരം ഭൂമിയിൽ ആമേൻ ഏതോ പ്രകൃതിക്ഷോഭത്തിൽ ഭൂമിക്ക് അടിയിൽ വീണ് അത് അതിന്റെ അടിയിലേക്ക് താണു പോയി 1000-ലധികം ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള അന്തരീക്ഷത്തിൽ കിടന്ന് അത് വെന്ത് നീറി അത് കാർബണായി മാറുകയും കാർബൺ 7 വർഷങ്ങൾ കെടുക്കുമ്പോൾ അത് ഗ്രാനൈറ്റായി മാറുകയും ചെയ്യും. അങ്ങനെ ഗ്രാനൈറ്റ് പ്രൈസ് ഹല്ലേലൂയ ആമീൻ അവിടെ ചെന്ന് മിഷനറി കൊണ്ട് അതിനുവേണ്ടി പർട്ടിക്കുലറായ ചില മിഷനറി കൊണ്ട് അതിന്റെ പാളികൾ അവർ അറുത്തെടുക്കും. പ്രൈസലോ ആമീൻ. അങ്ങനെ പാളികൾ അറുത്തെടുത്ത് നല്ല മിനിക്ക് പോളിഷ് ചെയ്ത് ഗ്രാനൈറ്റ് ആകുമ്പോൾ ആ എടുക്കപ്പെട്ട ഗ്രാനൈറ്റ് പറയും, അയ്യോ ആശ്വാസമായി, ആമീൻ ആ ചൂടിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു, പരിശോധനകൾ കഴിഞ്ഞു, ഇനി മാനിക്കപ്പെടാൻ പോവുക. ആമീൻ ഗ്രാനൈറ്റ് ആയിട്ട് ഇങ്ങനെ വലിയ പദവിയിലേക്ക് വലിയ ധനാഢ്യരുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ പോകുകയാണ്. പക്ഷേ ഈ ഗ്രാനൈറ്റിനെ അതിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴും കീറിയെടുത്തപ്പോഴും അതിന്റെ ബാക്കി ഭാഗം ആ ചൂടി കിടപ്പുണ്ട് കേട്ടോ. പ്രൈസലോ അപ്പോഴും അത് ആ ചൂടിൽ കിടപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു ആമെ പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ ആമെ ചില വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ഗ്രാനൈറ്റിന്റെ ആ രൂപങ്ങളാണ് ഏറ്റവും വില കൂടിയ ഡയമണ്ടുകളായി മാറുന്നത്. നിങ്ങൾക്കറിയാമോ, പരീക്ഷ താൽക്കാലികം കൊണ്ട് ഒരു ചെറിയ പരിശോധന വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ
അവയ്ക്ക് നീക്കുപോക്ക് കൽപ്പിക്കാൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നത് ദൈവമായതില്ലേ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന നിർത്തി നീ പ്രാർത്ഥിക്ക്. ഇതിലൂടെ കടന്നുപോകാൻ ദൈവമേ, നീ എന്നെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുള്ള നിന്റെ പദ്ധതി പ്രകാരം എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, എന്നെ കർത്താവെ നിന്റെ തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ കഴിയുന്നതായ ആമേൻ അതിനെ കർത്താവെ നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ കഠിനമേറിയ അനുഭവങ്ങൾക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോഴാണ് ദൈവമക്കളെ ആമേൻ എനിക്ക് മുമ്പേ ഇപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ കഷ്ണം ആമേൻ പാളികൾ പോയി അനേകം ആ സ്ഥലത്ത് പുറത്തു പോയി അലങ്കരിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ നാളെ നിന്റെ മേലാരും ചവിട്ടി നടക്കുകയില്ല. എത്ര ധനാടിന്റെ വീട്ടിൽ പോയാലും ഗ്രാനൈറ്റ് തറയിലുണ്ടെങ്കിൽ ആളുകൾ ചവിട്ടി മതിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിന്നെ വില കൂടിയ ഡയമണ്ട് ആക്കി മാറ്റിയാൽ, വിലയേറിയ കല്ലാക്കി മാറ്റിയാൽ ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും സേഫായ സ്ഥലത്ത് നിന്റെ ഉടമസ്ഥർ നിന്നെ സൂക്ഷിക്കും. ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി വളരെ വിലയേറെ. നിന്നെ ആമേ ശോഭയുള്ളതാക്കി മാറ്റുവാൻ, നിന്റെ അകത്തെ കീടങ്ങളെല്ലാം മാറ്റി നിന്നെ ശോഭയുള്ളതാക്കുവാൻ ദൈവത്തിന് ഒരു കാര്യപരിപാടി ഉള്ളപ്പോൾ ആമീൻ അതൊന്നും വേണ്ട, എനിക്ക് ഇപ്പോഴത്തേക്ക് മതിയെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് വേറെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ആമേ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നീ ഓടിപ്പോയാൽ ദൈവം നിന്നെ ചതറിക്കും. അതാണ് 9-ാം അധ്യായത്തിന്റെ 11:9 നമ്മൾ കണ്ടത്. ഒന്നും കൂടെ വായിക്കാതെ. സർവ്വഭൂമിയിലും ഭാഷ യഹോവ അവിടെ വെച്ച് കൽപ്പി കളയാൻ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് അവർക്ക് മനസ്സില്ലായിരുന്നു ചതറാൻ. അവർക്ക് ഭൂമിയിൽ പരക്കാൻ മനസ്സില്ലായിരുന്നു. പരക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വിരോധമായി അവർ അവരുടെ കാര്യപരിപാടി വെച്ചപ്പോൾ എന്താണോ ദൈവത്തെ കുറിച്ച് ആഗ്രഹിച്ചത് അവർ സമ്മതമില്ലാതെ ദൈവത്തെ നടത്തി. അവരെന്ത് ചെയ്തു? അവിടെ വെച്ച് കലക്കി കളയാൻ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് എവിടെ അവർ ഒന്നിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നുവോ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഭൂതലത്തിലെങ്ങും മനുഷ്യന് തന്റെ ഹൃദയത്തിൽ പല നിരൂപണങ്ങളുണ്ട്. പക്ഷേ യഹോവയുടെ ഇഷ്ടം മാത്രമേ നിറവേറപ്പെടുകയുള്ളൂ. ഇതിനോട് ചേർന്ന ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 28:5. സങ്കീർത്തനം 28:5. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായക കൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും. ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ, അവന്റെ പ്രവൃത്തികളെ വിവേചിക്കാൻ കഴിയാതെ ആമേൻ ചെയ്യുന്ന പണികളെ പണിയാതെ ഇടിച്ചു കളയുന്ന, പണിക്ക് മുമ്പ് ഇടിച്ചു കളയുന്ന ആമേൻ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവന്റെ കൈക്ക് ഇണങ്ങി കൊടുക്കുന്നതല്ലേ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത്. ദൈവമേ, എന്റെ ഇഷ്ടം വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം എനിക്ക് എന്നിൽ നിറവേറട്ടെന്ന് സമർപ്പിക്കുകയല്ലേ നല്ലത്. ഇനി ഞാൻ വേഗം സമയങ്ങൾ പോകുന്നതുകൊണ്ട് വേഗം ഇതിലേക്ക് കൂടെ ഒരു പുതിയ നിയമത്തിൽ നിന്ന് ഇതേപോലെ ഒരു ചതറുണ്ടായി. അത് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:1. അവനെ കൊല ചെയ്തതിന് ശൗലിന് സമ്മതമായിരുന്നു. സ്തെഫാനോസിനെ കൊന്നത് ശൗലിനെ സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവിടെ ഒരു ചെതറല് കാണുന്നു. ഇത് യെരുശലേമിലെ സഭയ്ക്ക് സംഭവിച്ച അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരെയും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വലിയ ഉപദ്രവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഉപദ്രവത്തിന്റെയും മൂലം, ഇതിന്റെ റൂട്ട് കാണാൻ പോയാൽ ഒരു അനുസരണക്കേടുണ്ട്. വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയിലേറ്റത്തോളം എന്റെ സാക്ഷികളാകും. ദൈവം തന്റെ ശിഷ്യന്മാരെ, താൻ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തവരെ, നിയമിച്ചവരാകുന്നവരെ
അവരോട് ചേർന്നിരിക്കുന്നവരെ കർത്താവ് ആഗ്രഹിച്ചത് ഒരു പർട്ടിക്കുലർ, ഒരു പ്രത്യേക സമയം യെരുശലേമിൽ പാർക്കുകയും ആമേൻ അവരെ ആ യെരുശലേമിൽ പാർക്കുന്നത് പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്. എപ്പോഴാണ് ദൈവം അവരോട് പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്നത്, നിറവേറുന്നത്? അത് കഴിഞ്ഞാൽ യെരുശലേമിൽ അങ്ങ് അടങ്ങിയൊതുങ്ങി ജീവിക്കുവാനല്ല, നിങ്ങൾ ലോകത്തിലെങ്ങും ഭൂമിടറ്റത്തോളം ഈ കെട്ടിയ ശക്തിയാൽ നിങ്ങൾ പോകണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉള്ള ഉദ്ദേശം. ഇനി എന്താണ് സംഭവിച്ചത്? ഈ വാഗ്ദത്തം 2:1-4 വരെ ഒന്ന് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവരോട് ആദ്യം പറഞ്ഞല്ലോ, യെരുശലേമിൽ നിന്ന് പിന്മാറി പോകാതെ നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക. എത്ര വരെ? എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ നിങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങൾ മൂവ് ചെയ്യണം. തെക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാറോട്ട്, കിഴക്കോട്ട് നിങ്ങൾ മൂവ് ചെയ്യണം. എന്തുമായിട്ട്? ഈ ശക്തിയോടെ സാക്ഷികളായി പോകണം. എന്നാൽ ഈ പ്രവചന നിവൃത്തി, ഈ വാഗ്ദത്ത നിവൃത്തി ഇവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നിറവേറിയത് കാണുവാൻ കഴിയുന്നു. വായിക്കാൻ നോക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആരും വിട്ടുപോയില്ല. ആരെല്ലാം പിതാവിനോടുള്ള വാഗ്ദത്തത്തിന് വേണ്ടി ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചുവോ, ആമേൻ, ഏകദേശം 120 പേര്, കൃത്യമായിട്ട് 120 പേരാണോ എന്ന് ചോദിച്ചാൽ അതൊരു ആ കണക്കിലെ ഒരു സംഖ്യയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. എന്നാൽ ഏകദേശം 120 പേരോളമുള്ള ആ കാത്തിരുന്ന സംഘത്തിൽ യേശുക്രിസ്തുവിന്റെ അമ്മയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയയ്ക്കും ഉയരത്തിലെ ശക്തി ആവശ്യമായിരുന്നു. കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനം ലഭിച്ചവൾ എന്ന് പറയുമ്പോൾ ആളുകൾ കൃപ എന്നുള്ളത് വെട്ടിമാറ്റി നന്മ നിറഞ്ഞ ഗുഡ്നസ്, അത് ദൈവ സ്വഭാവമാണ്. അത് ദൈവത്തിനു മാത്രമുള്ള സ്വഭാവമാണ്. അത് നിറഞ്ഞവളെന്ന് ഇവളിനെ അലങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് അതിനെ സ്പന്ദിക്കുന്നവരോട് ആമേൻ എപ്പോഴെങ്കിലും ഞങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ആമേൻ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ശെഹിയോൻ മാളിക മുറിയിൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന ഏകദേശം 120 പേരോളമുള്ള സംഘത്തിൽ യേശുക്രിസ്തുവിന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കും ഈ ശക്തി ആവശ്യമായിരുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. ആദ്യം അവരിരുന്ന ആലയത്തെ, ആ ഹോളിനെ അവൻ നിറച്ചു. അവരെല്ലാവരും ആത്മാവിലായി, ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരായി. ആത്മാവ് അവരുടെ നാവിൽ ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവർ ദൈവത്തെ അവൻ സ്തുതിക്കുവാൻ തുടങ്ങി. ചിലര് പറയാറുണ്ട്, ഞാൻ സന്ദർഭോചിതമായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്, ചിലര് പറയാറുണ്ട് അന്ന് ആമേൻ പ്രൈസലോട് ആമേൻ പറഞ്ഞ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലായിരുന്നു, അവിടെ വന്നവർക്ക് മനസ്സിലായിരുന്നു. ഇന്ന് ആമേൻ നിങ്ങൾ പറയുന്ന അന്യഭാഷ ആർക്കെങ്കിലും മനസ്സിലാകുണ്ടെന്ന് ചോദിക്കുന്നവരോട് വേദപുസ്തകം ഒന്ന് ബൈബിൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ പറഞ്ഞു. അവിടെ ആമേൻ ഏകദേശം 18ഓളം ഭാഷക്കാരുണ്ട്. അവർ മനസ്സിലായി. എന്നാൽ മനസ്സിലാകാത്ത കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ ഓടിക്കൂടി വന്നവരെല്ലാവരും സാധാരണക്കാരല്ല. വെറും പെരുന്നാളിനെ PP വിളിച്ചുകൊണ്ട് ആമേ കരിമ്പ് വാങ്ങിച്ചു പോകാൻ വന്നവരല്ല, ഭക്തിയുള്ള പുരുഷന്മാരാ. ഭക്തിയുള്ള പുരുഷന്മാരെന്നാ പറയുന്നത്. അതിന്റെ അകത്തു ഇത്രയും ഭക്തന്മാരായി ജീവിച്ചിട്ടും അന്യഭാഷകളിൽ ഈ ദൈവ മക്കൾ ആരാധിച്ചപ്പോൾ തിരിച്ചറിയാത്തൊരു കൂട്ടരവിടെയുണ്ട്. അവരിവരെ ആക്ഷേപിച്ചു, ഇവർ മദ്യപിച്ചവരാണ്. അപ്പൊ മനസ്സിലായവരും മനസ്സിലാകാത്തവരും അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇവര് പറഞ്ഞു, ആമേൻ, പലരും പറയാറുണ്ട് സുവിശേഷം പറയാനാണ് ഈ അന്യഭാഷ അന്ന് കൊടുത്തത്. അല്ല, അന്നാമേ സുവിശേഷം പറയുവാനല്ല. കാരണം ഈ ബെന്തോസിൽ അതുപോലെ വിവിധ ഭാഗങ്ങളിൽ വന്ന ഏകദേശം 18ഓളം ഭാഷക്കാരായവർ പറഞ്ഞത് ഇവർ ഈ ഗലീലക്കാരാകുന്ന പുരുഷന്മാർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്നാണ്.
പിന്നെ സുവിശേഷം പറഞ്ഞു. അതെപ്പോഴാണ്? അവര് വന്നിട്ട് ഇവര് മദ്യപിച്ചെന്ന് പരസ്പരം ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ വന്നപ്പോൾ പത്രോസ് 11 കൂടെ എഴുന്നേറ്റ് നിന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാണ് സുവിശേഷമെങ്കിൽ അത് ആദ്യം പ്രസംഗിച്ചത് പത്രോസാണ്. ആ പത്രോസ് അത് പ്രസംഗിച്ചപ്പോൾ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അതാണ് വസ്തുത. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സന്ദർഭോചിതമായി ആ വിഷയത്തിലേക്കൊന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവർക്ക് അന്ന് ശക്തി ലഭിച്ചു, അവർക്ക് ദൈവം കൃപ കൊടുത്തു. അവർ ഇനി സ്വാഭാവികമായി അപ്പോസ്തല പ്രവൃത്തി 1:8 പ്രവചന പ്രകാരം ഇനി അവരെന്ത് ചെയ്യണമായിരുന്നു? ലോകത്തിന്റെ അറ്റത്തോളം പോയി കർത്താവിന് സാക്ഷിക്കണമായിരുന്നു. പകരം ഇവരെന്താ ചെയ്തെന്ന് അറിയാമോ? 2:43 മുതൽ എന്ന് വായിച്ച്. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലതും പൊതുവക എന്ന് എണ്ണി ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, ദൈവം കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഉയരത്തിന് ശക്തി വരും. ശക്തി വന്നാൽ നിങ്ങൾ ഐക്യപ്പെടണം, നിങ്ങൾ പോകണം, ഭൂലോകത്തിൽ എങ്ങും പോയി സാക്ഷിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, ഭൂലോകത്ത് എങ്ങും പോയി സകല സൃഷ്ടികളോടും സകല മനുഷ്യരോടും യേശുവിനെ കുറിച്ച് പറയണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ആമേൻ. അവരോട് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഉപദേശങ്ങളെ പഠിപ്പിക്കണം. ആമേൻ എന്നെല്ലാം പറഞ്ഞ് ദൈവം അവരെ കർത്താവ് നിയോഗിച്ചിട്ട് ഇവര് പറഞ്ഞപ്പോ ഒരുമനപ്പെട്ട് കൈയടിച്ച് പാടി സന്തോഷിക്കലാണ് ഇവരുടെ താല്പര്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു പോകുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതൻ പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് വായും പിളർന്ന് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ കണ്ട യേശുവിനെ, സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അവര് വിചാരിച്ചത് പിറ്റത്തെ ദിവസം വരുമെന്നാ. ആദിമ സഭയ്ക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം അവിടെയാണ്. അവര് വിചാരിച്ചു അവരുടെ തലമുറയിൽ അവരുടെ സമയത്ത് തന്നെ കർത്താവ് വരുമെന്നാ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സ്വത്തൊക്കെ വിറ്റു, അവരുടെ ജന്മവസ്തുക്കളൊക്കെ വിറ്റ് എല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരെ കാൽക്ക വെച്ച് എല്ലാവരും കൂടെ ചോറും കഞ്ഞിയും വെച്ച് അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. ആരാധിക്കാനും സ്തുതിക്കാനൊക്കെ ദൈവം അവർ തുടങ്ങി. നമുക്ക് തോന്നുന്നൊരു തെറ്റില്ലെന്ന്, ഇല്ലേ? കർത്താവ് അവരോട് അവിടെ ഒരു മതിൽക്കെട്ടിനകത്ത്, ഒരു 4 ചുമരിന്റെ അകത്ത് പാട്ടുപാടി എല്ലാവരും കൂടി സന്തോഷിച്ച് അന്യഭാഷ പറഞ്ഞ് അവിടെ നിറഞ്ഞ് കവിയാനല്ല ദൈവം ആഗ്രഹിച്ചത്. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചാൽ പിന്നെ ശക്തിയുടെ ഭാഗത്താൽ ആ ശക്തിയുടെ പ്രൈസ് ദി ലോർഡ് ആഫ്റ്റർ ഇഫക്റ്റായി നിങ്ങൾ എല്ലായിടത്തേക്ക് പോകണമെന്നാണ്. നിങ്ങൾ എല്ലായിടത്തേക്കും ഓടിയെത്തണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് തന്റെ സഭയെ തന്റെ ആത്മാവിനാൽ നിറച്ചത് സാക്ഷിക്കാനാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ സാക്ഷിക്കാനാണ് നിന്റെ മേൽ ചുമതല. അല്ലാതെ നീ ദൈവം തന്ന നന്മയുടെ പാനപ്പുറത്തിരുന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അങ്ങ് നിരപ്പാക്കി കളയും. ഹല്ലേലൂയ. ഇന്ന് അനവധി ആളുകള് ദൈവമക്കളായതിന്റെ അനുഭവം പങ്കുവെക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഈ അപ്പോസ്തലന്മാർക്ക് പറ്റിയ തെറ്റാണ്. അവര് വിചാരിച്ചു ഇപ്പൊ കർത്താവ് വരും, അതുകൊണ്ട് എല്ലാവരും ഭൂമിക്ക് വിറ്റു, എല്ലാവരും കൊണ്ടുവന്ന് ആവശ്യക്കാർക്കൊക്കെ അന്യോന്യം പങ്കുവെച്ച് അവരങ്ങ് പാടി സന്തോഷിക്കുമ്പോൾ യേശു ദുഃഖിക്കുകയാണ്. ലോകത്തിലെങ്ങും മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം ശാപത്തിന്റെ അടിമത്വത്തിലേക്ക് വീണ ആദാമ സന്തതിയുടെ മോചനത്തിനു വേണ്ടി കാൽവരി കുരിശുമേൽ മരിച്ച യേശു പ്രഘോഷിക്കപ്പെടുന്നതിന് പകരം ഒരു കൂട്ടർ രക്ഷ അനുഭവിച്ചു, ഒരു കൂട്ടർ അകത്തിരുന്ന് ചാടിക്കളിക്കുന്നു. അവിടെ ദൈവം ഇടപെട്ടു. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഇറങ്ങാൻ മനസ്സില്ലെങ്കിൽ, കർത്താവിനെ സാക്ഷിക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം നിന്നെ ഇറക്കുന്ന ഒരു സമയം മുമ്പിലുണ്ട്. നിനക്ക് ആശ്രയമായിരുന്ന എല്ലാം ദൈവം വെട്ടിമാറ്റും. നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം അറിയാമല്ലോ. വിളികേട്ട് മെസ്സപ്പെട്ടോമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടവൻ
ഹാരാനിൽ വെച്ച് അപ്പച്ചൻ പറഞ്ഞു, മോനെ, നമ്മുടെ കന്നുകാലിക്ക് ആടിനേക്കും പറ്റിയ സ്ഥലം, നമ്മൾ വിട്ടുവന്ന ഊരിനൊക്കെ നല്ല സ്ഥലം, ഇനി നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് അറിയാം ഈ നല്ല പട്ടണം തിരഞ്ഞെടുക്കുവാനല്ല അവനെ ദൈവം തിരഞ്ഞെടുത്തത്. അവനോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഉള്ളം പറയുന്നുണ്ട്, അബ്രഹാമേ, എത്തിയിട്ടില്ല. പക്ഷേ എല്ലാവരും കൂടി അവിടെ നിന്ന് താമസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്നറിയുമോ? പ്രിയപ്പെട്ട അപ്പച്ചൻ, അവനെ സ്വാധീനിച്ച അപ്പച്ചൻ ഹാരാനിൽ വെച്ച് ദൈവത്തിനാൽ മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ദൈവിക ദൂതനെ പറയട്ടെ, ദൈവത്തിന് കൃപ അവൻ നിനക്ക് നൽകിക്കൊണ്ട്, ഒന്നുമില്ലായ്മ നിന്നെ പണിതെടുത്തുകൊണ്ട്, ദൈവം നിനക്ക് ആശ്വാസങ്ങൾ നൽകിക്കൊണ്ട്, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ അവനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരടുക്ക് നീ പോയി സാക്ഷിക്കണം. എന്തിന്? നിന്റെ അയൽവാസിയെ കുറിച്ച് അവിടെ നീ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അടുത്ത മിത്രങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. തമാശ രൂപത്തിലെ ഗൗരവത്തിൽ നാളെ അവർ മരിച്ച നാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകുമെന്നുള്ള ഹൃദയവേദനയോടെ നിന്റെ ബന്ധുക്കളോട് നീ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തു നമുക്ക് ഈ നന്മ തന്നതേ പോയി സാക്ഷിക്കാനാ, അകത്തിരുന്ന് ഞെളിഞ്ഞിരിക്കാനല്ല, ആമേ അനുഗ്രഹത്തിന് ആനപ്പുറത്ത് ഉയരം കാണിക്കുവാനല്ല. പകരം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം തന്ന നന്മകളെല്ലാം ചെലവഴിച്ച് കർത്താവിനെ സാക്ഷിക്കാനാണ്. ആമേൻ. ഒരു വലിയ സമ്പന്നൻ, കോടിക്കണക്കിന് രൂപയുടെ ആമേൻ ആസ്തിയുള്ള ഒരു അപ്പച്ചന്റെ മോനായ പൗലോസ്, ഹല്ലേലൂയ, ആമേൻ, പല സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷ വേലയ്ക്ക് സഹായിപ്പാൻ മിഷണറി ഓർഗനൈസേഷൻസ് ഇല്ല, ആ നാട്ടിൽ വിശ്വാസികളില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? പൗലോസ് കൂടാരപ്പണി ചെയ്ത് ഒട്ടനെ ടെന്റുകൾ ഉണ്ടാക്കി വിറ്റ് അതിൽ മാർഗം കൊണ്ട് തനിക്കും അതിലെ വരുമാനം കൊണ്ട് തനിക്കും കൂടെയുള്ളവർക്കും അധ്വാനിച്ചിട്ട് ചെലവ് നടത്തി. തീർച്ചയായും മറ്റുള്ള പലരും പൗലോസിനെ പല സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ സഹായിക്കാൻ ആളില്ലാത്തടത്ത് താൻ ആരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ കൈനീട്ടിയില്ല. അവനത് കർത്താവിന് വേണ്ടി മഹത്വത്തോടെ ചെയ്തു. ആ മനുഷ്യൻ, ഞാൻ എന്നും പറയുന്ന വാക്കാണ്, എന്റെ ഉള്ളിൽ തട്ടിയ ഒരു വാക്കാണ്, നീ തിമോത്തിയോസേ, ഞാൻ കർപ്പോസിന്റെ വീട്ടിൽ വെച്ച് പോന്ന ആമെ പുതപ്പും പുസ്തകങ്ങളും പുസ്തകങ്ങളെല്ലാം നീ വരുമ്പോ കൊണ്ടുവരണം. റോമിലെ മെർമാർട്ടിൻ ജയിലിൽ കിടന്ന് യൂറോപ്പിന്റെ തീവ്രമായ തണുപ്പിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു പുതപ്പ് പോലുമില്ലാതെ ഈ കോടീശ്വരപുത്രൻ കെടുക്കുകയാണ്. അവൻ സുവിശേഷം കൊണ്ട് നേടിയില്ല, കൊട്ടാരങ്ങൾ വാങ്ങിയില്ല, വലിയ കാറുകൾ വാങ്ങിയില്ല, വലിയ സമ്പത്തുകൾ ഉണ്ടാക്കിയില്ല. അവൻ സുവിശേഷ വേലയ്ക്ക് കോടീശ്വരന്റെ മകൻ എല്ലാം ചെലവഴിച്ചിട്ട് തണുപ്പിന് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ ആമെ മരം കോച്ചുന്ന അസ്ഥി തുളയ്ക്കുന്ന മഞ്ഞിൽ കിടന്നുകൊണ്ട് രക്തസാക്ഷിയായി ഈ ലോകം വിട്ടുപോയി. പോകുമ്പോൾ പക്ഷെ താൻ ഒന്ന് പറഞ്ഞു, നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് നീതിയുള്ള ന്യായാധിപതി തരും. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ കള്ളനും പുഴുവും തുരുമ്പ് പിടിക്കുന്ന ഈ ലോകത്തിലല്ല നിന്റെ നിക്ഷേപങ്ങൾ ഉണ്ടാകേണ്ടത്. ആമേ, നിക്ഷേപിക്കേണ്ടത് ഉയരത്തിലെ സ്വർഗത്തിൽ. അത് നിന്റെ തലമുറയ്ക്ക് പ്രയോജനപ്പെടും, നിന്റെ മക്കൾക്ക് പ്രയോജനപ്പെടും. ആമേൻ. ഈ കർത്താവിന്റെ സുവിശേഷത്തിന് വാതിൽ അടയുന്നു. ഇന്ത്യ, ഹല്ലേലൂയ, ഒരു ഹൈന്ദവ രാഷ്ട്രമായി മാറുന്നു. ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ഹിന്ദുവിന്റെയും പാർസിയുടെയും സകലരുടെയും പ്രതിനിധിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന് ശിലയിട്ടുകൊണ്ട് രാമരാജ്യത്തിന്റെ ആദ്യപടി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ അപകടം മനസ്സിലാക്കാൻ കഴിയാതെ നീ നിന്റെ സുഖത്തിൽ ജീവിക്കല്ലേ? വലിയ പീഡനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പ്രതിസന്ധികൾ നിന്റെ മുമ്പിലുണ്ട്. പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യണം. ഇന്ന് രാത്രി സമയങ്ങളിൽ പോയല്ലോ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച രണ്ടാം ഭാഗങ്ങള് പരദേശികൾ എന്ന വാക്ക് അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വിരുദ്ധമായി നീ എന്ത് പദ്ധതി തയ്യാറാക്കിയാലും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ്, ദാവീദിനെ കുറിച്ചൊരു വാക്ക് പറയുന്നു, അവൻ ദൈവത്തിന്റെ ഹൃദയമുള്ളവനാണെന്ന്. മലയാളം ബൈബിളില് ആമേൻ അങ്ങനെയല്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ ദാവീദ് ദൈവത്തിന്റെ ഹൃദയമുള്ളവനാണ് എന്ന് പറഞ്ഞ ദൈവ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് തിരിച്ചറിയാനുള്ള കഴിവാനുണ്ടായിരുന്ന. ആമേൻ. നമ്മൾ ഈ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ അവസാനിപ്പിക്കട്ടെ.
നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി. ദൈവം എന്തിനു വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവം എന്തിനു വേണ്ടി നമ്മളെ നിയമിച്ചു, അത് നമ്മിൽ നിറവേറപ്പെടുന്നില്ലെങ്കിൽ ദൈവമക്കളെ യോനയെ പോലെ തൊലി പോയി ആമേ പ്രൈസ് ഹല്ലേലൂയ ആമേ കൊഴുപ്പിലും ആശ്ചര്യത്തിലും കിടന്ന് പൊള്ളിപ്പൊളിഞ്ഞ ശരീരത്തോടുകൂടെ പോയി ചെയ്യുന്നതിനേക്കാൾ നല്ല സമയത്ത് ദൈവത്തനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. അതുകൊണ്ട് ഒരു വാക്ക് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം എന്താണോ എന്നെയും നിങ്ങളെയും എന്റെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ നമ്മുടെ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് നമ്മിൽ നിറവേറപ്പെടുവാൻ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഏതെങ്കിലും തപ്പിതങ്ങളോ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നിരപ്പാകാൻ ഏറ്റുപറഞ്ഞ ക്രൂശന്റെ ചോട്ടിലേക്ക് ചെല്ലുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ യേശുക്രിസ്തു മധ്യസ്ഥ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. അവൻ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോയി ശുദ്ധീകരിക്കും. തെറ്റുകളുണ്ടെങ്കിൽ ഏറ്റുപറയുന്ന രാത്രി ദൈവത്തോട് നിരപ്പായി ആമേ വരും ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്